നമസ്കാരം. ഭോപ്പാൽ എന്ന നഗരമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന ഇന്ത്യൻ നഗരം. ഇന്ത്യയുടെ തടാക നഗരമെന്നാണ് ഭോപ്പാൽ അറിയപ്പെടുന്നത്. കൃത്രിമ തടാകങ്ങൾ നിറഞ്ഞൊരു നാടാണ് ഭോപ്പാൽ. പച്ചപ്പ് നിറഞ്ഞ നഗരങ്ങളിൽ ഒന്നായ ഭോപ്പാൽ മധ്യപ്രദേശിൻ്റെ തലസ്ഥാന നഗരിയാണ്. ഭോപ്പാൽ സ്ഥാപിച്ചത് പരമാര വംശത്തിലെ ഭോജ രാജാവാണ്. ഭോപ്പാലിലെ ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സായ ഭോജ് താൽ തടാകം പണി കഴിപ്പിച്ചത് ഭോജ രാജാവാണ്. ഭോപ്പാലിൻ്റെ ആദ്യത്തെ പേര് ഭോജ് പാൽ എന്നായിരുന്നു. നിരവധി ഭരണാധികാരികൾ ഭരണം നടത്തിയ നഗരമാണ് ഭോപ്പാൽ. 4 രാജ്ഞിമാർ മാറി മാറി ഭരിച്ചു. ഖുദ്സിദ ബീഗമായിരുന്നു ഭോപ്പാലിലെ ആദ്യ ഭരണാധികാരി. തുടർന്ന് സിക്കന്ദർ ബീഗം, ഷാജഹാന ബീഗം, സുൽത്താൻ ജഹാൻ ബീഗം എന്നിവർ മാറി മാറി ഭരിച്ചു. റെയിൽവേ, നഗരവൽക്കരണം, തപാൽ തുടങ്ങി വിവിധ മേഖലകളിൽ നേട്ടം കൈവരിക്കാൻ ഈ വനിതാ ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ പ്രത്യേക നാട്ടുരാജ്യമായി നിലകൊള്ളാൻ അന്നത്തെ ഭരണാധികാരിയായ നവാബ് ആഗ്രഹിച്ചുവെങ്കിലും 1949 ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമമനുസരിച്ച് ഭോപ്പാൽ മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായി മാറി. തടാകങ്ങൾക്ക് പുറമെ ക്ഷേത്രങ്ങൾ, പഴമ വിളിച്ചറിയിക്കുന്ന പള്ളികൾ, മ്യൂസിയം എല്ലാം ഭോപ്പാൽ സന്ദർശകർക്ക് പുതുമയാർന്ന കാഴ്ചകൾ പങ്കുവെക്കുന്നു. ഭോപ്പാലിലെ വാൻ വിഹാർ സഫാരി പാർക്ക് ഏറെ ആകർഷണം നിറഞ്ഞതാണ്. 1984 ഡിസംബർ 2-നുണ്ടായ ഭോപ്പാൽ വിഷവാതക ദുരന്തം 3000-ലധികം പേരുടെ ജീവനെടുത്തു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തമാണ് ഭോപ്പാൽ ദുരന്തം. ഭോപ്പാൽ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിലെ വിഷവാതക ചോർച്ച 5 ലക്ഷത്തോളം പേരെ ദുരന്തത്തിൻ്റെ പാർശ്വഫലത്തിന് ഇരയാക്കി. മീഥൈൽ ഐസോസൈനേറ്റ് എന്ന മാരക വിഷവാതകമാണ് ചോർന്നത്. ഇത് ഭോപ്പാൽ നഗരവുമായി ബന്ധപ്പെട്ട ചുരുക്കം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. നന്ദി, നമസ്കാരം.